ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെ എല്ലാവരുടെ വിശേഷം? എല്ലാവരും സുഖമായിരിക്കില്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ തിക്ക ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കുക. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ചിക്കൻ്റെ മാരിനേഷനാണ്. അതിന് 2 ടീസ്പൂൺ യോഗർട്ട്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ 1 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 2 ടീസ്പൂൺ Kashmiri Chilli, half teaspoon pepper powder, half teaspoon cumin powder, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, പിന്നെ ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസ്. പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. കുറച്ച് ഓയിലും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതിന് വേണ്ടി ഞാൻ 1/2 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുള്ളത്. ഇതിന് ബോൺലെസ് തന്നെ വേണമെന്നില്ല, ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് എടുത്താലും മതി. ഇത് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 2 hours റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ടാണ് ഫ്രൈ ആക്കേണ്ടത്. അപ്പോൾ ഇതിലേക്കുള്ള റൈസ് റെഡിയാക്കുക. അപ്പോൾ ഞാൻ ഇത് വറ്റിച്ചെടുക്കുകയല്ല ചെയ്യണത്. അപ്പോൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 2-3 ഏലക്ക, 2-3 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, കുറച്ച് ഷാജീരകം കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായി ബോയിലാക്കി എടുക്കുക. അപ്പോൾ ഇത് വെള്ളം തിളച്ച് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഇതിലേക്ക് ബസ്മതി റൈസ് എടുത്തിട്ടുള്ളത് ഒരു 3 കപ്പ് ബസ്മതി റൈസ്. അപ്പോൾ അത് ഞാനൊരു 30 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു 95% കുക്കാണ്ട് ആവശ്യമുള്ളൂ. അപ്പോൾ അത്രയും കുക്കായതിന് ശേഷം അത് മാറ്റി വെക്കുക. പിന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കാൻ നോക്കുകയാണ്. അപ്പോൾ അതിന് അത്യാവശ്യം ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ലിഡ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ടാണ് കുക്ക് ചെയ്യണത്. അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ അതിൽ ഇറങ്ങിയിട്ടൊന്ന് ഗ്രേവി ആയിട്ടുണ്ടാവും. പിന്നെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ വെള്ളം നന്നായിട്ട് വറ്റി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഗ്രേവിയോടെ തന്നെയാണ് നമ്മളിതിൽ മസാലയൊക്കെ ആഡ് ചെയ്യണത്. അപ്പോൾ ഇതൊന്ന് കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. കുറച്ച് ഗ്രേവി അതിലിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിലേക്കുള്ള മസാല റെഡിയാക്കുകയാണ്. പാനിൽ ചൂടായിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നേരത്തെ റൈസിൽ കിട്ടുക സെയിം സാധനങ്ങളൊക്കെ തന്നെയാണ്. ഏലക്ക, ഗ്രാമ്പൂ, ഷാജീരകം, ഒരു കഷ്ണം പട്ട. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക. അതിന് കറക്റ്റ് മെഷർമെൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കുക. എന്നിട്ട് ഒരു വലിയൊരു സവാള എടുത്ത് സ്ലൈസ് ആക്കിയിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. സവാള നന്നായി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ട് ഒന്ന് റോ സ്മെൽ പോണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് മിൻറ്റ് ലീവ്സും പച്ചമുളകും കൂടെ ഒന്ന് ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് വലിയൊരു തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ ഇടാം. ഞങ്ങളുടെ ഒരു മസാലക്ക് അനുസരിച്ചാണ് ഞാൻ ഇപ്പോൾ ഇതെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ തക്കാളി നന്നായി ഒന്ന് കുക്കായി വന്നതിന് ശേഷം ബാക്കി പൊടികളൊക്കെ ആഡ് ചെയ്യണം. ഒരു 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ ക്യൂമിൻ പൗഡർ. അപ്പോൾ ഇതൊക്കെ കൂടെ നന്നായിട്ടൊന്ന് സ്മെല്ല് പോണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഫുൾ കാശ്മീരി ചില്ലി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റൈസിനും ചിക്കനൊക്കെ ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് വേറെ ഫുഡ് കളറൊന്നും ഞാൻ അതിൽ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂണോളം യോഗട്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം വേണം ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ.
ചിക്കൻ നന്നായി മിക്സ് ആയതിനു ശേഷം കുറച്ച് കൊറിയാണ്ടർ ലീവ്സും കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കസൂരി മെത്തിയാണ്. അപ്പോൾ അത് കയ്യിൽ തന്നെ ഇട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് ഇട്ട് മിക്സ് ചെയ്യാണ്. മിക്സ് ആയതിനു ശേഷം ഒരു 3-4 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു പീസ് ചാർക്കോൾ കത്തിച്ചിട്ട് ഇതൊന്ന് സ്മോക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. ആ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ദം ചെയ്തെടുക്കുക വേണ്ടത്. അപ്പോൾ നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ചുള്ള റൈസും കൂടെ ഇതിൻ്റെ മേലൊന്ന് ലെയർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് മിൻറ്റ് ലീവ്സും കൊറിയാണ്ടർ ലീവ്സും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ടർമറിക് പൗഡർ പാലിൽ മിക്സ് ചെയ്തിട്ട് ഒരു കളറിന് വേണ്ടിയിട്ട് അതും കൂടെ ഒന്ന് മേലെ ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് ഗീയും കുറച്ച് ഗരം മസാലയും കൂടെ മേലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രൈഡ് ഒനിയൻസും വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഞാനൊരു 20 മിനിറ്റ്സ് ദം ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ അടിപൊളി ചിക്കൻ തിക്ക ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്. അപ്പോൾ ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.